ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പോക്കോ C50 എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 6000 രൂപയ്ക്ക് താഴെയാണ് ഇപ്പം വരുന്നത്. 5750 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C50 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് 2GB റാം 32GB ഇൻറ്റേർണൽ വെർഷനാണ്. ബേസിക് ആയിട്ടുള്ള വെർഷനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C50 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ബോക്സിലുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഫോൺ തന്നെയാണ്. ഫോൺ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ചാർജറാണ്. ഇപ്പോൾ ചാർജറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10 വാട്ടിൻ്റെ ചാർജറാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ചാർജിങ് കേബിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി കേബിൾ അല്ല വരുന്നത്, മൈക്രോ USB ചാർജിങ് കേബിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് അതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൽ ഒരു സിം ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ പല ഫോണുകളുടെയും ബോക്സിൽ ഒരു കവറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കവറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ബോക്സിലുള്ള കണ്ടൻസ്. ഇനി ഈ ബോക്സ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിനെ പറ്റി നോക്കാം. ആദ്യം നമ്മൾ പോർട്സും ബട്ടൺസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ സിം കാർഡ് ട്രേ വരുന്നുണ്ട്. ഇതിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം ബട്ടൺസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നില്ല. പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ അതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇനി ഫോണിൻ്റെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമലായിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത്. പലപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് ഫിംഗർ പ്രിൻറ് സെൻസർ കിട്ടാറില്ല. എന്നാൽ ഈ ഫോണിൽ അങ്ങനെയല്ല, ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. അപ്പം അത് ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം 6000 രൂപയ്ക്ക് താഴെ ഫിംഗർ പ്രിൻറ് സെൻസറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പോക്കോ C50 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇനി ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസൈന് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലെതർ ടൈപ്പ് ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെതർ ബാക്ക് ബോഡി അല്ല, പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ്. പക്ഷേ ആ ഒരു ലെതർ ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഡിസൈനായിട്ടാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വെയ്റ്റും തിക്നെസ്സിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 192 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. 9.1mm ആണ് ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പം കുഴപ്പമില്ല എന്ന് പറയാം. ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഫോൺ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ ആണ്. സാധാരണ നമ്മൾ പോക്കോയുടെ ഫോണുകളിലൊക്കെ കാണാറുള്ളത് കുറേ എക്സ്ട്രാ സോഫ്റ്റ്വെയർസൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല, അധികം സോഫ്റ്റ്വെയർസ് വരുന്നില്ല. ഇപ്പം ഈ ഒരു ഫോണിൽ കാണുന്ന കോൾ ഓഫ് ഡ്യൂട്ടി, സബ്വേ സർഫസ്, ടെമ്പിൾ റൺ, അതുപോലെ തന്നെ ആൻതൂത്തു, CPU ത്രോട്ട്ലിംഗ് ഇതുപോലുള്ള ആപ്പുകളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളാണ്. ഡിഫാൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ല. ആ കാര്യം ശ്രദ്ധിക്കണം. ബാക്കി ആപ്ലിക്കേഷൻസ് ഇതിൽ ഡിഫാൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുള്ളൂ. ഇപ്പം ഏതൊക്കെയാണ് ആപ്പുകൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫേസ്ബുക്കിൻ്റെ ലൈറ്റ് വെർഷൻ കൊടുത്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു തീം സ്റ്റോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2-3 ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഇൻസ്റ്റാൾ ആയി വന്നിട്ടുള്ളത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാധാരണ പോക്കോ ഫോണുകളിലെ പോലെ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയി വന്നിട്ടില്ല. പിന്നെ ഈ ഫോണിൽ 2GB റാമും 32GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. അത്രയും കുറച്ച് റാമും ഇൻറ്റേർണലും വെച്ചിട്ട് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ പെട്ടെന്ന് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവർ കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ കൊടുത്തിട്ടില്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ പോക്കോയുടെ ഫോണുകളിൽ കാണുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർ അല്ല ഇതിൽ വരുന്നത്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Android 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ്. ആൻഡ്രോയിഡിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ടാണ് ഗോ എഡിഷൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ റാം കുറവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലൊക്കെ ഹാങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാനാണ് ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്പ് ലോക്കും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ലോക്കും കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പം ആപ്പ് ലോക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ വരുന്നില്ല.
അപ്പം ഈ ഒരു ലൈറ്റ് വെർഷൻ ആയതുകൊണ്ടാണ് ആപ്പ് ലോക്കും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കാത്തത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ പല ആപ്പുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെർഷനാണ്. ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഗോ എഡിഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഗോ എഡിഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫേസ്ബുക്ക് ആപ്പ് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്, അതും ലൈറ്റ് വെർഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ യൂസേജിൽ വലിയ കുഴപ്പമില്ല, സ്ക്രോളിങ്ങിലും കാര്യങ്ങളൊന്നും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെവി യൂസിൽ ചിലപ്പോൾ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ചില ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 2-3 ആപ്ലിക്കേഷൻസ് ഒരേ ടൈമിൽ റൺ ചെയ്യും. ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും, അതേ ടൈമിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഹെവി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും അധികം ആപ്പുകളൊന്നും യൂസ് ചെയ്യാതെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ സാധാരണ പോക്കോയുടെ ഫോണുകളിൽ ഇപ്പം കാണുന്ന സോഫ്റ്റ്വെയർ അല്ല ഇതിൽ വരുന്നത്. ഇതിൽ ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ സാധാരണ പോക്കോയുടെ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ എടുത്തോളണം എന്നില്ല. കാരണം പോക്കോയുടെ ഒരു ഫോണിൽ ഓൾറെഡി എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്, ക്യാമറ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു സോഫ്റ്റ്വെയർ അല്ല. പക്ഷേ എന്നാലും നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പോവരുത്. പഴയ സോഫ്റ്റ്വെയറിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ചില സ്പെസിഫിക് ആപ്ലിക്കേഷൻസിൽ ചില ഇഷ്യൂസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ സ്ക്രോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹാങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അത്ര ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണ ഈ ഒരു പേജിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം എടുത്തിട്ട് ഒരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫുൾ സ്ക്രീൻ ആക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫുൾ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചധികം ടൈം കഴിഞ്ഞിട്ടാണ് അത് ഫുൾ സ്ക്രീൻ ആവുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴും ഇതുപോലെയാണ്, ആ ഒരു ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഫുൾ സ്ക്രീൻ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫുൾ സ്ക്രീൻ ഒഴിവായി വരുന്നത്. ഒരു 2-3 സെക്കൻഡൊക്കെ ടൈം എടുക്കുന്നുണ്ട് ശരിക്കും ഫുൾ സ്ക്രീൻ ആക്കാനും അതുപോലെ തന്നെ ഒഴിവാക്കാനും. ഇനി വീഡിയോ പ്ലേ ചെയ്യുന്നതിനുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയി നോക്കിയാൽ ക്വാളിറ്റിയിൽ ഫുൾ HD റെസൊല്യൂഷൻ വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ HD റെസൊല്യൂഷനിലൊക്കെ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനിൽ യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യാതിരിക്കുകയാണ് നല്ലത്, ലാഗും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് ഒഴിവാക്കിയിട്ട് HD റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. HD റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് തന്നെ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. പിന്നെ HD റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പിൽ വരുന്ന ചെറിയ ലാഗ് അത് അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പം മിനിമൈസും മാക്സിമൈസും ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ലാഗ് അതേപോലെ തന്നെ ഉണ്ട് ഏത് റെസൊല്യൂഷനിൽ പ്ലേ ചെയ്താലും. പക്ഷേ HD റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്മൂത്തായിട്ട് റൺ ചെയ്യണില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വീഡിയോയുടെ കാര്യത്തിൽ തന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. വ്യൂയിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു വ്യൂയിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സിംഗിൾ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സൗണ്ട് അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ക്ലാരിറ്റി എന്നല്ല, എന്നാലും അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൗണ്ട് ഓക്കെയാണ്, ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറയുന്നില്ല. പിന്നെ വീഡിയോ കാണുമ്പോൾ ഉള്ളതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ സൈസാണ് 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ HD റെസൊല്യൂഷനേ ഉള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് HD റെസൊല്യൂഷനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഓക്കെയാണ്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബെസൽസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ അത്യാവശ്യം വലിയ ചിഹ്നവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ഇതൊക്കെ ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പുറത്ത് സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റും എന്നൊന്നും പറയുന്നില്ല. എന്നാലും വലിയ തരക്കേടില്ലാതൊക്കെ യൂസ് ചെയ്യാം എന്ന് പറയാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ യൂസിൽ ഇപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴൊന്നും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലി പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴും വലിയ ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ബ്രൗസറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ബ്രൗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യൂട്യൂബിലുള്ള ആ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഇതുപോലെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. ബാക്കി ആപ്പുകളിലൊന്നും വലിയ ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A22 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്, ക്വാഡ് കോർ പ്രോസസ്സറാണ്. അതായത് 4 കോറുകൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. വലിയ പെർഫോമൻസ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഇതിൽ മെമ്മറി എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ റാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ 32 GB ഇൻറ്റേർണൽ വെർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിലെ LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ വളരെ മികച്ചൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒരിക്കലും ഈ ഫോണിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇപ്പം ഗെയിം കളിക്കാൻ കഴിയില്ല എന്നല്ല, പക്ഷേ വലിയൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ആൻതുത്തു സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആൻതുത്തു സ്കോർ വരുന്നത് 89,000 അടുത്തായിട്ട് വരുന്നുണ്ട്. അത് വലിയൊരു സ്കോറൊന്നുമല്ല. ഇപ്പം ഇതിൽ തന്നെ കാണിക്കുന്നത് ദിസ് സ്കോർ ഈസ് അബ്നോർമൽ എന്നൊക്കെയാണ്, കാരണം സ്കോർ കുറവാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ത്രോട്ട്ലിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. 81% കിടക്കുന്നത്. പലപ്പോഴും ത്രോട്ടിലാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും വലിയ ഇഷ്യൂസായിട്ട് പറയുന്നില്ല. ആവറേജ് സ്കോർ വരുന്നത് 40,039 ബേസിക് ആയിട്ടുള്ള സ്കോറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ടെമ്പിൾ റണ്ണ്, സബ്വേ സർഫസ് ഇതുപോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഇല്ലാത്ത ഒരു പെർഫോമൻസ് കിട്ടും. ഇടയ്ക്കൊരു ലാഗ് വന്നേക്കാം, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഈ ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കാവുന്നതാണ്. ഇനി വലിയ ഗെയിമുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് തന്നെ 2.4 GB വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഗെയിം കളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കളിക്കാനൊക്കെ കഴിയും, പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ഒരിക്കലും ഇതിൽ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോ ക്വാളിറ്റിയാണ് ഗ്രാഫിക്സ് സെറ്റിങ്സ് വരുന്നത്. ഫ്രെയിം റേറ്റിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ലോയും മീഡിയം. അപ്പം വളരെ ലോ ക്വാളിറ്റിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ COD പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. അപ്പം മിക്ക ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളും നമുക്ക് ഇതുപോലെ കളിക്കാവുന്നതാണ്. ഭയങ്കര വലിയ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കരുത്. നമ്മൾ പോകുന്നൊക്കെ സമയത്ത് ഇടയ്ക്ക് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം. എന്നാലും നമുക്ക് കളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കളിക്കാൻ കഴിയും. പിന്നെ കോൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കോൾ അനൗൺസ്മെൻറ്റ് ഇല്ലാതെ തന്നെ കോൾ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. കാരണം ഗൂഗിൾ ഡയലർ അല്ല ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് കൊടുത്താലും ആ ഒരു കോൾ റെക്കോർഡ് ആവുന്നത് അനൗൺസ് ആവില്ല. പിന്നെ 4G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും വോൾട്ടി ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. 2 സിമ്മിലും വോൾട്ടി സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് ഈ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 മെഗാപിക്സൽ ഒരു സെൻസറും പിന്നെ രണ്ടാമത് ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഭയങ്കര വലിയൊരു ക്യാമറ പെർഫോമൻസ് ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത്. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ നടന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റെബിലൈസേഷനൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷെ എന്നാലും നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. തിരക്കേടില്ലാത്ത വീഡിയോ ഫുട്ടേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൗണ്ടും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇതൊക്കെയാണ്. പിന്നെ സെൽഫി വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കണ്ടീഷൻസിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ ലൈറ്റുള്ള കണ്ടീഷൻസിലാണെങ്കിലും അത്ര മികച്ചൊരു പെർഫോമൻസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഡീറ്റെയിൽസ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വീഡിയോ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസമൊക്കെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചാർജറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഓവറോൾ ഫോൺ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നുണ്ട്, കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനും വരുന്നുണ്ട്. അപ്പം അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രായമായവർക്കും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കരം വലിയൊരു ഗെയിമിംഗ് പെർഫോമൻസോ അല്ലെങ്കിൽ ഭയങ്കരം വലിയൊരു പെർഫോമൻസോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഈ ഫോൺ എടുക്കരുത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ആപ്പ് യൂസ് ചെയ്യുമ്പോഴും ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ആപ്പ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.